തലശ്ശേരി അതിരൂപതയിലെ കൊളക്കാട് സെൻറ് തോമസ് തീർത്ഥാടന ദേവാലയം ഒരു ചരിത്ര നിമിഷത്തിലേക്ക് കടക്കുകയാണ്. തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും കൂടുതൽ ലോഗോസ് ക്വിസിന് പേര് രജിസ്റ്റർ ചെയ്ത ദേവാലയം എന്ന പട്ടികയിലേക്ക് ഇന്ന് കൊളക്കാട് സെൻറ് തോമസ് ദേവാലയം കടക്കുമ്പോൾ നമ്മുടെ പുറകിൽ ആയിരിക്കുന്നത് കുറച്ച് കുട്ടികളാണ്. അവരോട് ഇവിടുത്തെ വിശേഷങ്ങളും അവരുടെ വചനത്തോടുള്ള താല്പര്യവും നമുക്ക് ചോദിച്ചറിയാം. എല്ലാ വർഷവും ഞങ്ങൾ ഈ ലോഗോസ് പരീക്ഷയിൽ വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കാറുണ്ട്. വചനത്തോടുള്ള അഭിനിവേശത്താലാണ് ഞങ്ങൾ ഇത്തവണ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് ഈ ലോഗോസ് പരീക്ഷയ്ക്കായി തയ്യാറായിരിക്കുന്നത്. ഈ ഇടവകയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വചനം പഠിച്ച് എക്സാം എഴുതുകയാണ് തലശ്ശേരി അതിരൂപതയ്ക്ക് മാതൃകയാവുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വചനം പഠിക്കാനുള്ള ഒരു പ്രേരണ? എൻ്റെ വീട്ടിലുള്ള എല്ലാവരും തന്നെ എഴുതുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാവരും എഴുതുന്നുണ്ട്. അവരെനിക്കൊരു പ്രചോദനമായിട്ടുണ്ട്. വചനം പഠിച്ചതിലൂടെ എനിക്ക് പഠനം എളുപ്പമായി, കുടുംബത്തിൽ അനേക അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ച് നല്ല അനുഗ്രഹങ്ങളൊക്കെയാണ് വചനം പഠിച്ചതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത്. വചനം പഠിപ്പിക്കണം, വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന ഒരു ഇടയൻ ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ ഇടയൻ്റെ ജനം അനുസരിക്കുകയും ചെയ്യുന്ന മാതൃകാപരമായ ഇടവകയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. ഫാമിലി ആയിട്ട് തന്നെ ലോഗോസ് ക്വിസ് എഴുതാൻ വേണ്ടി ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയുണ്ട്. എന്താണ് ലോഗോസ് ക്വിസ് എഴുതാനുള്ള ഒരു പ്രചോദനം? ഞാൻ എല്ലാ വർഷവും എഴുതുന്നതാണ്. പിന്നെ ഇപ്രാവശ്യം ഇങ്ങനെ മോനും ഹസ്ബൻഡും എല്ലാം വന്ന് അമ്മച്ചിയും വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ അമ്മച്ചിയും വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതിനോട് ഇത്ര താല്പര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ബൈബിള് പഠിക്കാനും പിന്നെ പരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു കൂട്ടായ്മ, അത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. ബൈബിൾ നമുക്ക് കൂടുതൽ വായിക്കാനും പറ്റും, അറിവ് നേടാനും പറ്റും, ഒപ്പം പരീക്ഷയിൽ പങ്കെടുക്കാനും പറ്റും. ഫാമിലി ജയത്തേക്കാൾ കൂടുതൽ ഉപരിയായിട്ട് ബൈബിൾ പഠിക്കാനുള്ള ഒരു താല്പര്യം പിന്നെ ഒരു കൂട്ടായ്മ, എല്ലാവരുമായിട്ട് ഒന്നിച്ച് പരീക്ഷ എഴുതുക, അതൊരു എൻജോയ്മെൻ്റ് ആണല്ലോ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നല്ലൊരു സംഭവമാണ്. ഇങ്ങനെ നമുക്ക് അതിനുള്ള ഒത്തിരി അറിവും കൂടെ കിട്ടും. വയസ്സുള്ള ജോസഫ് ചേട്ടനും 77 വയസ്സുള്ള മാത്യു ചേട്ടനും ഇന്ന് ലോഗോസ് ക്വിസ് പരീക്ഷ എഴുതുവാൻ തലശ്ശേരി അതിരൂപതയിലെ കൊളക്കാട് ഇടവകയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 87 വയസ്സിലും ജോസഫ് ചേട്ടാ എങ്ങനെ ബൈബിൾ പഠിക്കാനും ഇതുപോലെ വന്ന് എഴുതാനൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കാനൊക്കെ ഒരു അവസരമുണ്ടായി? അപ്പോൾ ബൈബിളിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഈ 87 വയസ്സിലും ബൈബിള് പഠിച്ച് ലോഗോസ് ക്വിസ് എഴുതാൻ എന്താണ് കാരണം? പ്രചോദനം എന്താണ്? പ്രചോദനം ഇവിടെ മക്കളൊക്കെ പറഞ്ഞു എഴുതണമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ മാർഗം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. അതുകൊണ്ട് വന്ന് എഴുതാൻ വന്ന. സ്വന്തം ഇഷ്ടപ്രകാരമാണോ വന്നേ? അതെ. ബൈബിളിൽ പഠിച്ച സമയത്തൊക്കെ എന്തെങ്കിലും പ്രത്യേക നോട്ടുകളൊക്കെ എഴുതിയാണോ പഠിച്ചത്? അങ്ങനെ ചില വചനങ്ങളൊക്കെ പിന്നെ മനസ്സിലിങ്ങനെ ധ്യാനിച്ച് കണ്ടുപിടിക്കും. എല്ലാ ദിവസവും വായിക്കുമായിരുന്നോ ബൈബിള്? എല്ലാ ദിവസവും രാവിലെ വായിച്ചിട്ട് ബാക്കി പണി ചെയ്യുള്ളൂ. അപ്പോൾ ഈ എക്സാം കഴിഞ്ഞ സമയത്ത് എങ്ങനെ തോന്നുന്നു? എക്സാം ഒക്കെ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നല്ല കൃത്യമായിട്ട് ലോഗോസ് ക്വിസ് എഴുതി? ആദ്യമായിട്ട് എഴുതുവാണ്. ഉത്തരമെല്ലാം ശരിയായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മോടൊപ്പം 77 വയസ്സുള്ള മാത്തിച്ചേട്ടനാണ്. അപ്പച്ചാ എങ്ങനെ എക്സാം ഇങ്ങോട്ട് വരാനും ഒരു പ്രചോദനം? ബൈബിൾ നേരത്തെ വായിക്കുമായിരുന്നോ? എന്നും വായിക്കുന്ന. അപ്പം ബൈബിളിനോട് ഇത്ര എഴുതണം എന്നുള്ളൊരു ആഗ്രഹം എങ്ങനെയാണ് ഉണ്ടായത്? അല്ല, അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ എഴുതുന്നു എന്ന് മാത്രം. വീട്ടിലെല്ലാവരും എഴുതുന്നുണ്ടോ? ഇല്ല, ഞാൻ മാത്രമാണ് എഴുതുന്നത്. അപ്പച്ചൻ മാത്രമാണ് എഴുതുന്നത്. ഇതിപ്പോൾ ഒരുക്കം എത്ര നാളായി? അതിപ്പോൾ ഇത് അച്ഛൻ പറഞ്ഞപ്പം മുതലേ ഒരുങ്ങുന്നുണ്ടായിരുന്നു. ഇത് ഇപ്പം നമ്മൾ എക്സാം കഴിഞ്ഞു, പരീക്ഷയെല്ലാം കഴിഞ്ഞു, അപ്പം ഇങ്ങോട്ട് വന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ എഴുത്ത് പരീക്ഷകൾ? കുഴപ്പമില്ല. പഠിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയാണോ വന്നേ? അറിയാവുന്നത് തന്നെയാണ്. അപ്പം എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട്, വചനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അത്ഭുതങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? ജീവിതത്തിൽ മുഴുവൻ അത്ഭുതമാണ്.
ഞങ്ങൾ തന്നെ ഒരു അത്ഭുതമാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ മാറ്റം, ഒത്തിരി വിഷയങ്ങളുണ്ടായിരുന്നതെല്ലാം മാറി യേശുവിനെ നമ്മൾ കർത്താവായി അംഗീകരിച്ച് അവൻ്റെ പാദപീഠം നമ്മൾ ജീവിക്കുന്നു. രക്ഷയുടെ വഴി, അത് സ്വർഗത്തിൽ പോകണമെങ്കിൽ അതേ ഉള്ളൂ വഴി. അത് ഞങ്ങൾ ആ മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്, മനസാന്തരം. മറ്റേതായ ചെറുപ്പകാലങ്ങളെല്ലാം വളരെ മോശമായ വ്യക്തി ജീവിച്ച് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. വചനം പഠിച്ച് ഈശോയോടൊപ്പം ആയിരിക്കുവാൻ വേണ്ടി രണ്ടപ്പച്ചന്മാരും ഇന്ന് ലോഗോസ് ക്വിസ് എക്സാം എഴുതാൻ വന്നിരിക്കുകയാണ്. ഇടവക സമൂഹത്തോട് ലോഗോസിൻ്റെ രജിസ്ട്രേഷനെ സംബന്ധിച്ച് അറിയിപ്പ് നൽകിയപ്പോൾ കമ്മിറ്റിക്കാരുടെ നേതൃത്വത്തിൽ വാർഡ് തലത്തിൽ ആളുകളെ അവർ സംഘടിപ്പിച്ച് അവർ തയ്യാറായിട്ടാണ് ഇപ്രകാരം ലോഗോസിന് തയ്യാറായിട്ടുള്ളത്. അവരെല്ലാവരും തന്നെ വചനം പഠിച്ച് ലോഗോസിന് വേണ്ടി സജ്ജമായി ഇവിടെ എത്തിയിരിക്കുകയാണ്. അവർക്കെല്ലാം വിജയങ്ങളും ആശംസിക്കുകയാണ്. നമ്മുടെ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ഡയറക്ടർ വിപിനച്ചൻ നമ്മോടൊപ്പമുണ്ട്. അച്ഛാ, ലോഗോസ് ക്വിസ് ഒരു ഫാമിലിക്ക് നൽകുന്ന സന്ദേശം എന്താണ്? തീർച്ചയായിട്ടും 2000 മഹാജൂബിലി വർഷത്തോടനുബന്ധിച്ചാണ് KCBC ബൈബിൾ കമ്മീഷൻ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു ലോഗോസ് പഠിക്കുവാനും വചനം പരീക്ഷ നടത്തുവാനായിട്ട് ലോഗോസ് എന്നുള്ള പേരിൽ ആരംഭം കുറിച്ചത്. ഈ 24 വർഷം കൊണ്ട് അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബൈബിൾ ക്വിസ് മത്സരങ്ങളിലൊന്നായിട്ട് മാറിയിട്ടുണ്ട്. അത് ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമായവർക്ക് വരെ വചനം പഠിക്കുവാനും ആ പഠിച്ച വചനത്തെ പരീക്ഷയിൽ പ്രകടിപ്പിക്കുവാനുമൊക്കെയുള്ള വലിയൊരു വേദിയാണ് ലോഗോസ് ബൈബിൾ പരീക്ഷയിലൂടെ ഒരുക്കപ്പെടുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. അനേകർ, അത് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒത്തിരി പേർക്ക് വചനം വായിക്കാനും പ്രേരണ അതിലൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വചനം പഠിക്കുവാനും വചനങ്ങളെ ഹൃദിസ്ഥമാക്കുവാനും ഒക്കെ അതിലൂടെ വലിയ അനുഗ്രഹങ്ങൾ പ്രവഹിക്കുവാനും ഒക്കെ ഈ ലോഗോസ് ബൈബിൾ പരീക്ഷ നിമിത്തമാകുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. ചോദിച്ചതുപോലെ വ്യക്തിഗത മത്സരങ്ങൾക്ക് പുറമെ ഗ്രൂപ്പായിട്ട്, അതായത് ഫാമിലി മെമ്പേഴ്സിന് ഒരുമിച്ച് ഫാമിലി ക്വിസായിട്ട് പങ്കെടുക്കാനൊക്കെയുള്ള ഓപ്ഷൻസ് ഈ ലോഗോസ് ക്വിസിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കുടുംബം മുഴുവനായിട്ടും വചനം പഠിക്കുവാനും വചനത്തെ വിശദീകരിക്കപ്പെടുവാനൊക്കെയുള്ള വലിയ സാധ്യത ലോഗോസ് ബൈബിൾ ക്വിസിലൂടെയും പ്രത്യേകിച്ച് ലോഗോസ് ബൈബിൾ ഫാമിലി ക്വിസിലൂടെയും ഒക്കെ ഒരുക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. തലശ്ശേരി അതിരൂപതയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോഗോസ് ക്വിസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഇടവകയാണ് കൊളക്കാട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇടവക തലശ്ശേരി അതിരൂപതയ്ക്ക് മാതൃകയാവുന്നത്? തീർച്ചയായിട്ടും ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. കൊളക്കാട് ഇടവക തലശ്ശേരിയിലെ എല്ലാ ഇടവകളിലും ഇതേ ദിവസം തന്നെ ഇതേ സമയം ലോഗോസ് പരീക്ഷകൾ കേരള സഭയോട് ചേർന്ന് നടന്നു വരികയാണ്. അപ്പോൾ അതിരൂപതലത്തിൽ ഉദ്ഘാടനം നടക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ കൊളക്കാട് ഇടവക. അതിനുള്ള കാരണം നമ്മുടെ തലശ്ശേരി അതിരൂപതയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ രജിസ്റ്റർ ചെയ്ത് പങ്കെടുപ്പിക്കുന്നത് ഈ കൊളക്കാട് ഇടവകയാണ്. അത് 2ാം സ്ഥാനത്ത് പേരാവൂർ ഇടവകയും 3ാം സ്ഥാനത്ത് തോമാവൂർ ഇടവകയുണ്ട്. എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നതോടൊപ്പം ഞാൻ ഇവിടെ ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് 4ാം ക്ലാസ് മുതലുള്ള ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും പ്രായം 10, 80, 85 വയസ്സോളം പ്രായമുള്ളവർ വരെ ഒരുമിച്ച് വന്നിരുന്ന് പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമാണ്. അതുകൊണ്ട് അതിരൂപതയിലെ ഏറ്റവും അധികം ആൾക്കാരെ പങ്കെടുപ്പിച്ച ഈ കൊളക്കാട് ഇടവകയിലെ പ്രിയപ്പെട്ട വികാരിച്ച് തോമസ് പട്ടാങ്കുളത്ത് അച്ഛനുണ്ട്, പാരീഷ് കൗൺസിൽ അംഗങ്ങൾ, കൈക്കാരന്മാർ, കോർഡിനേറ്റർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അതുപോലെ മതാധി, അവരെല്ലാവരുടെ ഒരു കൂട്ടായ ശ്രമം ഇതിന് പിറകിലുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വരുമ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആബാലവൃദ്ധ ജനങ്ങളും ഒരുമിച്ച് ഒരു മനസ്സോടെ വളരെ താല്പര്യത്തോടെ ശ്രദ്ധയോടെ ചോദ്യപേപ്പറുകൾ വായിക്കുന്നതും കൃത്യതയോടെ പരീക്ഷയിൽ അവരുടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുന്നതൊക്കെ കാണുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാഴ്ച തന്നെയാണ്. വികാരി അച്ഛനോട് ചേർന്ന് ഇടവക ജനവും പ്രവർത്തിച്ചപ്പോൾ ദൈവവചനത്തിൻ്റെ വലിയ അനുഗ്രഹമായിരുന്നു ഇന്ന് കൊളക്കാട് സെൻറ് തോമസ് ദേവാലയത്തിൽ ഈ എക്സാം ഹാളിൽ കണ്ടുവന്നത്. ഷെക്കന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രിൻസിനൊപ്പം അമലൈറ്റോ, കണ്ണൂർ.